അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അസറ്റ്സ് സെല്ല് ചെയ്തുകൊണ്ടല്ല സമ്പന്നനാകുന്നത്. അവർ പലപ്പോഴും അസറ്റ്സ് സെല്ല് ചെയ്യുന്നത് അവസാന ഓപ്ഷനാക്കി വെക്കും. പിന്നെ അവരെങ്ങനെ ക്യാഷ് കണ്ടെത്തുന്നത്? ബൈ, ബോറോ, ഡൈ. ഈ സ്ട്രാറ്റജിക്ക് പിന്നിലെ ചിന്ത മനസ്സിലാക്കാതെ പലരും സ്വന്തം വെൽത്ത് നശിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. അതായത് പലരും അപ്രീഷിയേറ്റിംഗ് അസറ്റ്സ് വിറ്റിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പക്ഷെ അതോടെ എന്ത് സംഭവിക്കും? ടാക്സ് കൂടുതലായിട്ട് അടക്കേണ്ടി വരും. ഭാവിയിൽ കൂടുതൽ ചിലപ്പോൾ ഈ അസറ്റ് വളരാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് അവർക്ക് സ്ഥിരമായിട്ട് നഷ്ടപ്പെടും. ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്നുള്ള നിലയിൽ ഞാൻ സാധാരണയായിട്ട് ചോദിക്കുന്നത് ഇതാണ്: ഈ ക്യാഷ് എന്തിനാണ് വേണ്ടത് എന്നാണ്. ഇൻകം ജനറേറ്റിംഗ് അസറ്റ് വാങ്ങാനാണെങ്കിൽ ബോറോവിങ് ഒരു ഓപ്ഷനായിട്ട് നമുക്ക് വിലയിരുത്താം. പക്ഷേ കൺസംഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ബോറോ ചെയ്യുന്നത് എല്ലായ്പ്പോഴും ശരിയായിട്ടുള്ള തീരുമാനമാണോ എന്നില്ല. അപ്പോൾ ഓരോ തീരുമാനവും ഫൈനാൻഷ്യൽ ഗോൾ അടിസ്ഥാനമാക്കിയാണ് എടുക്കേണ്ടത്. ഒരു അപ്രീഷിയേറ്റിംഗ് അസറ്റ് വിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ 3 ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കണം. ഒന്നാമത്തത്, ഈ ക്യാഷ് കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. രണ്ടാമത്തത്, എൻ്റെ ഫൈനാൻഷ്യൽ ഗോൾസ് നിറവേറ്റാനായിട്ട് ഇത് ശരിയായ സമയത്താണോ നമ്മൾ വിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തത് എന്താണ്? ആം ഐ സെല്ലിംഗ് ദിസ് ഫോർ നോ റീസൺ, അതോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളത് സെല്ല് ചെയ്യുന്നതെന്നുള്ള ഓർക്കണം. അപ്പം നിങ്ങൾ ഓർക്കേണ്ടതാണ്, അസറ്റ് വിറ്റഴിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അതേ അസറ്റ് വീണ്ടും സൃഷ്ടിക്കാനായിട്ട് നമുക്ക് വർഷങ്ങളോളം എടുക്കും. ഈ ഡിസിഷൻ നിങ്ങളുടെ സാഹചര്യത്തിൽ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് വെൽത്ത് എന്ന് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യൂ. നമുക്ക് നിങ്ങളുടെ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ട്രാറ്റജി ഒരുമിച്ചിരുന്ന് വിലയിരുത്താം.